അതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തിരുന്നില്ല. ഇവിടുന്ന് വെഞ്ചരിച്ച നീലത്തിരി മേടിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എവിടെ പോകാനിറങ്ങിയാലും ആ തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് മാതാവിനെ പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. എന്ത് കാര്യം ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അത് ചെറുതായാലും വലുതായാലും അമ്മ എനിക്കത് സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിതുപോലെ കഴിഞ്ഞ മെയ് 16 കഴിഞ്ഞ വർഷം മെയ് 16 വൈകുന്നേരം ഞാൻ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകുമായിരുന്നു. കാരണം വെക്കേഷൻ തീരുന്ന സമയം ജൂണിൽ കുഞ്ഞിന് സ്കൂൾ തുറക്കും. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോകായിരുന്നു. ഞാനും കുഞ്ഞുമാണ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് ജോലി സ്ഥലത്തായിരുന്നു. അപ്പോൾ ഒരുമിച്ച് പോകാനിരുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ രാവിലെ കൃപാസനത്തിൽ വരുന്നുണ്ട്, അപ്പോൾ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ബസ്സിന് പോന്നോളാം, നീ വൈകുന്നേരം വെയിലാറിക്കഴിഞ്ഞ് സ്കൂട്ടറിന് പോന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ നിർബന്ധം പിടിച്ചോ, വേണ്ട അമ്മ, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും അവിടെ മാതാവിൻ്റെ നിയോഗമായിരിക്കും. അമ്മ ബസ്സിന് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയി. അന്ന് ആ 16 തിരി കത്തിച്ച് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങാൻ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞ സമയത്ത് തിരി കത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഞാൻ 2 വീലർ ഓടിച്ചാണ് പോകുന്നത്, എനിക്ക് ആക്സിഡൻ്റ് ആകുന്ന പോലെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ഞാൻ ആ തിരി ഒന്നുകൂടെ കെടുത്തി പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോന്നുവാണല്ലോ, അത് മാറ്റി തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞു അമ്മയുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം. പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി. പക്ഷെ അപ്പോഴും ഈ മനസ്സിൽ ഈ ഒരു തോട്ട് നിന്നു. പ്രാർത്ഥിച്ച് ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ സ്വർഗസ്വനായ ചൊല്ലിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ആ തോട്ട് മാറുന്നില്ല. അതുപോലെ തന്നെ ഞാൻ മനസ്സിൽ കരുതി അതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റ് എനിക്ക് സംഭവിച്ചു. ഞാനൊരു കയറ്റം കയറി പോവുമായിരുന്നു. ഇറക്കത്തിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് നല്ല സ്പീഡിൽ വരുമായിരുന്നു. ഞാൻ ഈ ആക്സിഡൻറ്റ് ഈ പേടി ഉള്ളതുകൊണ്ട് തന്നെ തീരെ സ്ലോയിലാണ് പോയത്, നല്ല പയ്യെ പോയത്. ഒരു ഇടത്ത് സൈഡിൽ നിന്ന് ഒരു ബൈക്ക്, ഒരു ചേട്ടന് അബദ്ധം പറ്റിയതാണ്, വെട്ടിച്ചപ്പോൾ ഞാൻ ഓടിച്ച സ്കൂട്ടറെ തട്ടി. അങ്ങനെ എൻ്റെ ബാലൻസ് പോയി. അപ്പം ഞാൻ വീഴാൻ പോകും. എനിക്ക് മനസ്സിലായി ഞാൻ വീഴാൻ പോകാമെന്ന്. അപ്പോഴും ഞാൻ മാതാവിനോട് എൻ്റെ മാതാവെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നെ വീഴിച്ചല്ലോ എന്നോർത്ത് എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അപ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് കാണാം, ആ ബസ് ഇറക്കത്തിൽ നല്ല സ്പീഡിൽ വരുന്നു. എൻ്റെ ബാലൻസ് പോയി ബസ്സിന് നേരെ. അപ്പം ഞാൻ ഓർത്ത് ഞാൻ മരിച്ചു. ആ ബസ് എൻ്റെ പുറത്തൂടെ കയറി ഇറങ്ങിയെന്നോർത്ത് ഞാൻ സ്കൂട്ടർ ചെരിഞ്ഞ് വീണു. ഹാൻഡിലെ തട്ടി, ചെസ്റ്റ് ഹാൻഡിലിൽ ഇടിച്ച് ഞാൻ വെളിയിലോട്ട് തെറിച്ച് വീണു. അപ്പോൾ ബസ് അത്ഭുതം, ഒരു 2 മിനിറ്റ് നേരത്തെ എനിക്ക് ആ ടെൻഷൻ കാരണം എൻ്റെ ബോധം പോയി. പക്ഷെ കണ്ണ് തുറന്നപ്പോൾ എനിക്കിങ്ങനെ റോഡ് കാണാം. റോഡിലൊരു വെള്ളം മുണ്ടെടുത്തൊരു ചേട്ടനെ കാണാം. എല്ലാവരോടും എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാനപ്പോൾ മാതാവിനോട് സങ്കടപ്പെട്ട് എന്നെ വീഴിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിച്ചെങ്കിൽ പോലും എൻ്റെ മേത്ത് ഒരു മുറിവ് പോലും ഉണ്ടായില്ല. അപ്പോൾ എനിക്കൊരു ചെറിയ ചെസ്റ്റിൻ്റെ ഒരു ചതവ് വന്നതല്ലാതെ എനിക്ക് ഒരു പൊട്ടലോ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണേലും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വേദന, വയറിൻ്റെ സൈഡിലൊക്കെ വേദന വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ നീർക്കെട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അകത്ത് ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടായി കാണും, അതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്ത് അന്ന് ഒരു ദിവസം നല്ല ടെൻഷൻ അടിച്ചു. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു പോയി, മാതാവെ ഞാൻ ഉടമ്പടി എടുത്തോളാം, എന്തായാലും കുറേ നാളായിട്ട് തോന്നുന്നുണ്ട് ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്താൽ എല്ലാം ശരിയാവും, എന്ത് പ്രശ്നം വരുമ്പോഴും തോന്നും, പക്ഷേ പിന്നത്തേന് വെക്കുമായിരുന്നു. അന്ന് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് ഉറപ്പിച്ചു. പക്ഷേ എനിക്ക് ഒരു കുഴപ്പം കൂടാതെ മാതാവ് രക്ഷിച്ചത്. എനിക്ക് മനസ്സിലായത്, ഞാൻ ആ ആക്സിഡൻറ്റ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഓപ്പോസിറ്റ് ഒരു ചേട്ടൻ, എനിക്ക് അപ്പോഴും മാതാവിനോട് പിണങ്ങി നിന്ന ഞാനാണ്, എൻ്റെ മാതാവ് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചതല്ലേ എന്ന് വിചാരിച്ചെന്ന് ആ ചേട്ടൻ വന്ന് പറഞ്ഞപ്പോഴും, മോളെ അത്രയും വലിയൊരു അപകടം, മോടെ വണ്ടി വീഴുന്ന ഒച്ച കേട്ടപ്പോൾ എല്ലാവരും കണ്ണു പൊത്തി. ഞങ്ങൾ ഓർത്തോ ബസ് കയറി മോളെ അരഞ്ഞു പോയെന്ന് ഓർത്ത് എല്ലാവരും കണ്ണു പൊത്തിപ്പോയെന്ന്. ആർക്കും ഓടി വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. പക്ഷെ എന്തോ വലിയ അപകടം പിരികത്തെ തട്ടിപ്പോയതാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വരാനിരുന്ന വലിയൊരു അപകടം മാതാവ് മാറ്റി തന്നതാണ്. ഞാൻ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും എനിക്കൊരു സൊല്യൂഷൻ അമ്മ അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം മാതാവിനെ മുഖത്ത് നോക്കിയിട്ട് ഒറ്റയ്ക്ക് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചാലും മാതാവ് അത് നമുക്ക് ആ സൊല്യൂഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. ജൂൺ 4 ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് എനിക്ക് മാനസികമായിട്ട് ഒത്തിരി ടെൻഷനും ഒരു ഒറ്റപ്പെടലൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്ക് പയ്യെ അത് ഓവർകം ചെയ്യാൻ പറ്റി. അതുപോലെ ഞാനും കുഞ്ഞും മാത്രമാണ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് ഇതുപോലെ മാസത്തിലൊന്ന് വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് ഇതുപോലെ അൾസർ നേരത്തെ ഉണ്ടായിരുന്നതാണ്. എന്ത് ഫുഡ് കഴിച്ചാലും പെട്ടെന്ന് ഛർദി വരും, വയറിന് പിടിക്കാതെ വന്ന്. അങ്ങനെ ആയപ്പോൾ ടെൻഷൻ അടിച്ചു. നാട്ടിൽ ഇങ്ങോട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി വെളിയിലെ ഫുഡൊന്നും, എൻഡോസ്കോപ്പി ചെയ്തു, വെളിയിലെ ഫുഡൊന്നും കഴിക്കരുത്, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം, ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതൊന്നും കഴിക്കരുത്, അപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കാൻ പറഞ്ഞ്. അങ്ങനെ അപ്പോൾ ഞാൻ അന്ന് ഹസ്ബൻഡ് ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ ടെൻഷൻ അടിച്ചെങ്കിലും പിന്നെ അത് മാതാവ് നല്ലതിനായിരുന്നു എനിക്ക് പിന്നെ മനസ്സിലായി. കാരണം ഞങ്ങൾക്കൊരു കൂട്ടായിട്ട് ഇപ്പം ഇത്രയും നാളായിട്ട് ഏട്ടന് വീട്ടിൽ വന്ന് പോയി ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ
ഉടമ്പടി പുതുക്കിയ സമയത്ത് ഹസ്ബൻഡിന് വയ്യാതിരുന്ന സമയത്ത് ജോലിയുടെ കാര്യം പുതുക്കിയപ്പോൾ വെച്ചു. ഉടമ്പടി പുതുക്കി ഒരാഴ്ച ആയില്ല, അതിന് മുന്നേ ഹസ്ബൻഡിന് ജോലി വീട്ടിൽ നിന്ന് പോയി വരാവുന്ന പാകത്തിന് ജോലി ലഭിച്ചു. പിന്നെ വലിയൊരു ഇതുള്ളത് എനിക്കത് കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ വന്ന്, എനിക്ക് പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ റൈറ്റ് ഓവറിയിൽ വലിയൊരു സിസ്റ്റ് ഉണ്ടായിരുന്നത് 54x14 mm, അതിൻ്റെ ഭയങ്കര സൈസിൽ വലിയൊരു സിസ്റ്റാണ് പെട്ടെന്ന്. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു നമുക്കത് പെട്ടെന്ന് അത് ഓപ്പറേറ്റ് ചെയ്തെടുക്കാം, റിമൂവ് ചെയ്യുന്ന നല്ലത്. ഒരു അടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു ആദ്യം എന്തായാലും ക്യാൻസർ ടെസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, കാരണം ഇത്രയും വലിയ സിസ്റ്റ് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ആകെ പിന്നെ ഭയങ്കര പേടിയായി. ക്രിസ്മസിൻ്റെ ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്ന സമയത്തും അത് വെച്ചിരുന്നു. അത് വെച്ച് പോയി സ്കാൻ ചെയ്യാനും എല്ലാത്തിനും എനിക്ക് പേടിയായി. ക്യാൻസർ ടെസ്റ്റ് ചെയ്യാനും പേടി, എല്ലാത്തിനും എനിക്ക്. വേറൊരാളുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് ധൈര്യം, പക്ഷേ എൻ്റെ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ക്യാൻസർ ടെസ്റ്റിന് കൊടുത്തപ്പോഴും മാതാവിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി, മാതാവേ എനിക്കൊരു ആപത്തും വരുത്തില്ല, എനിക്കൊരു മോളുള്ളതാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യമുണ്ട്. ആ ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പലരോടും ഞാൻ ഏറ്റു പറയുന്നത്, അതുകൊണ്ട് എന്നെ പലരും കളിയാക്കുന്നുണ്ട്, ഇത്രയും പോയിട്ട് തന്നെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നാ ശരിയാകാത്തതെന്ന്. പക്ഷേ അമ്മ എനിക്ക് അവരുടെ മുന്നിലെല്ലാം ചങ്കുറപ്പോടെ പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ക്യാൻസർ ടെസ്റ്റ് ചെയ്തു, അതിനുള്ള ധൈര്യം മാതാവ് തന്നു. അത് നെഗറ്റീവായി, ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു പീരീഡ്സ് കൂടെ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ചിലപ്പോൾ അത് സൈസ് ചെറുതാവുമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യാൻ വേണ്ടി പിന്നെ പീരീഡ്സ് ആയി. സ്കാൻ ചെയ്യാനും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടി. ഞാൻ ഈ കാശുരൂപം കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡും മോളും പുറത്തായിരുന്നു. മേളിൽ ഞാനിങ്ങനെ നേരെ കിടന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണല്ലോ, എനിക്ക് പ്രഷർ കൂടുമോ, എനിക്ക് എന്തെങ്കിലും വരുമോ എന്നൊക്കെ ഭയങ്കര പേടിയായി. ഞാൻ നേരെ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഈ ഭിത്തിയിൽ ഈ പെയിൻറ്റ് ഈർപ്പമൊക്കെ വന്നിട്ട് പെയിൻറ്റ് കട്ട പിടിച്ചിരിക്കുന്ന പോലെ അവിടെ ഒരു കളർ ബ്രൗൺ ഷെയ്ഡിൽ കളറ് ഉണ്ടായിരുന്നു. എനിക്ക് നേരെ അതാ കാണുന്നത്. ഞാൻ അതിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ മാതാവേ എനിക്ക് പേടി അമ്മ, എന്നെ കൊച്ചു പിള്ളേർ പറയുന്ന പോലെ ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യും മാതാവേ, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് ആരുമില്ല മാതാവേ. ഇത്രയും പ്രാർത്ഥിച്ചു. എനിക്ക് ആ കട്ട പിടിച്ചിരുന്ന ആ ഭിത്തിയിൽ എനിക്ക് മാതാവിൻ്റെ രൂപം ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റ് എനിക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞ് ഞാൻ കണ്ടു. ശരിക്കും ഞാൻ കണ്ടു. അത് ഞാൻ ഓർത്ത് എൻ്റെ തോന്നലായിരിക്കുന്നു, പക്ഷെ ഞാൻ ശരിക്കും അമ്മയെ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായി. അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ സ്കാൻ ചെയ്ത സമയത്ത് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടർ പറഞ്ഞ് 50 എന്നുള്ള ചെറിയ സൈസ് ചെറുതായി കാണും, ബാക്കി മരുന്ന് കഴിച്ചാൽ മതി, കുഴപ്പമില്ല. സ്കാൻ ചെയ്ത ഡോക്ടറും അങ്ങനെ പറഞ്ഞു. പക്ഷെ സ്കാൻ ചെയ്തപ്പോൾ ഒരു മരുന്ന് പോലും കഴിക്കാതെ എൻ്റെ ആ ഓവറിൽ ആ സിസ്റ്റ് പൂർണ്ണമായിട്ട് അത് ഭേദപ്പെട്ടു. ഒരു മരുന്ന് ഞാൻ അതിന് വേണ്ടി കഴിച്ചിട്ടില്ല. ഞാൻ തൈലം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ടെൻഷൻ വരുമ്പോൾ പ്രഷർ കുറഞ്ഞാലോ എന്നോർത്ത് ഉപ്പ് എപ്പോഴും എടുത്ത് വായിലിട്ട് പ്രാർത്ഥിക്കും, കുരിശ് വരയ്ക്കും. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെൻ്റെ സിസ്റ്റ് മാറാൻ ഒരു മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥന മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ജപമാല റാലിക്ക് വന്ന സമയത്ത് എനിക്ക് 7 വർഷമായിട്ട് എൻ്റെ കാലിൽ, കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റ് ആയി 7 മാസമായപ്പോൾ എൻ്റെ കാലിൽ വെരിക്കോസ് പുറത്തോട്ട് വന്നിട്ട് കാലിൻ്റെ പാദത്തേൽ മൊത്തം ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. അത് നമ്മൾ ചൊറിയാതിരുന്നാലും ചിലപ്പോൾ രാത്രി തന്നെ അത് പൊട്ടി. അങ്ങനെ എന്തോരം മരുന്ന് കഴിച്ചാലും അത് മാറത്തില്ല. ആദ്യം ഹോമിയോ കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദം എല്ലാം കഴിച്ചിട്ടും തൽക്കാലം ഒരു ശമനം അല്ലാതെ എനിക്കത് മാറിയിട്ടില്ല. 7 കൊല്ലമായിട്ട്, ഇപ്പോൾ കുഞ്ഞിന് 7 വയസ്സായി, അത്രയും നാളായിട്ട് അത് മാറിയിട്ടില്ല. ഞാൻ ഉപ്പും തൈലവും കൂടെ ചേർത്ത് കയ്യിൽ കുരിശ് വരച്ച് കാലം മുഴുവൻ പരട്ടി. ജപമാല റാലി പങ്കെടുത്തതിന് ശേഷം അന്ന് വൈകുന്നേരം ആയപ്പോൾ കാലിൽ ഇങ്ങനെ എല്ലാ വൈകുന്നേരം ആകുമ്പോൾ കാല് നീര് വരും. അന്ന് നീര് മാറി. സത്യം പറഞ്ഞാൽ അത് എപ്പോഴാണ് ആ രോഗം പൂർണ്ണമായിട്ട് എനിക്ക് മാറിയെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ കാല് ചൊറിയാറും ഇല്ല, എൻ്റെ കാലിൽ അങ്ങനെ ഒരു അസുഖവും ഇല്ല. അത് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിനകത്ത് വെച്ച കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 1 മാസം മുന്നേ ഞാനൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഏൽപ്പിച്ച് എഗ്രിമെൻറ്റ് ചെയ്തതാണ്. അവർ ആ എഗ്രിമെൻറ്റ് മേടിച്ച ഒരു ലേഡി ആയിരുന്നു. അവർ എന്നെ പറ്റിച്ച പൈസ മേടിച്ച് അതിൻ്റെ ബിൽഡിങ് റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല. പിന്നെ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ അതും തന്നില്ല. അപ്പോൾ എഗ്രിമെൻറ്റ് വെച്ചത് എല്ലാവരും എന്നോട് പറഞ്ഞു കംപ്ലൈൻറ്റ് കൊടുക്കുക, എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, കേസ് കൊടുത്താൽ നമുക്കാണ് അനുകൂലമായിട്ട് വരുന്നതെന്ന്. പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തത് കൊണ്ടുള്ള എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റി, ഒരുപാട് ക്ഷമിക്കാനും പറ്റി. ദേഷ്യമുള്ളവരോട് വരെ ദേഷ്യം ഉണ്ടെങ്കിൽ അവർ അതുപോലെ ദേഷ്യമുള്ള പ്രവൃത്തി ചെയ്താലും എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. എന്തോരെല്ലാം പോട്ടെ എന്ന കേസിന് പോകണ്ട അങ്ങനെ തോന്നി. അത് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ ഉടമ്പടി ഞാൻ ഇപ്രാവശ്യം പുതുക്കാൻ വരുന്നതിന് മുന്നേ എനിക്ക് ആ പൈസ മേടിച്ച് തരണം.
എനിക്ക് കേസിനും വഴക്കിനൊന്നും പോകാതെ പ്രാർത്ഥിച്ച് വഴക്കൊന്നും കൂടാതെ അത് നടത്തി തരണമെന്ന്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് എനിക്ക് ആ പൈസ കിട്ടി. എനിക്ക് വേറൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാനും എനിക്കൊരു മെഷീൻ എടുക്കാനും എല്ലാം അത് വേറൊരു ബിസിനസ്. എനിക്ക് അമ്മ അത് നല്ലതേ തരുള്ളൂ. നമുക്ക് എന്ത് ക്ലേശം വന്നാലും പെട്ടെന്ന് ആദ്യം ഒരാൾ ഓർക്കുന്നത്, എന്നോട് പറഞ്ഞില്ലേ പോലും പലരും ഞാൻ കേൾക്കാതെ പറഞ്ഞിട്ടുണ്ട്, അവൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നെ കിട്ടാത്ത അങ്ങനെ ഒരു രീതിയിൽ എന്നെ കളിയാക്കിയിട്ട് എപ്പോഴും കൃപാസനത്തിലോട്ട് ഓടുന്നതല്ലേ എന്നിട്ട് കളിയാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരോടെല്ലാം മറുപടി ഒന്നേ പറയാനുള്ളൂ, ഏറ്റവും നല്ലതേ ദൈവം തരത്തുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടി കുറച്ച് നമ്മൾ അത് മനസ്സിലാക്കി തരണം. അതിന് നമ്മളെ താങ്ങാൻ നമ്മുടെ മനസ്സിനെ അത് പ്രാപ്തമാക്കാനാണ് മാതാവ്. അതെല്ലാം ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ കൂടെ തന്നെ എല്ലാം നമുക്ക് തരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആരോട് ആയാൽ പോലും എനിക്ക് ക്ഷമിക്കാനുള്ള, എന്നോട് തെറ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും മിണ്ടില്ല എന്ന് കരുതിയവരോട് വരെ എനിക്ക് മിണ്ടാനുള്ള ക്ഷമ, അവരോർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ക്ഷമ, തെറ്റ് ചെയ്യുന്നവരോട് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ക്ഷമ എനിക്ക് മാതാവ് തന്നു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പത്രം മേടിച്ച് കൊടുക്കുന്നത്. ക്യാൻസർ വാർഡിൽ പോയി അവിടെ എന്തായാലും അവിടെ അത് ആർക്കും ഉപകാരപ്പെടാതിരിക്കത്തില്ലെന്ന് 100% വിശ്വാസമുണ്ട്. ക്യാൻസർ വാർഡിൽ ചെന്ന് ആരും വേണ്ടാന്ന് പറയത്തില്ല. അതെല്ലാവരും വിശക്കുന്നൊരു വയറിന് അന്നം കിട്ടുന്ന പോലെയാണ് എല്ലാവരും പത്രം മേടിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ദൈവമേ അവരെന്ത് അസുഖത്തിനാണോ വന്നേ, എവിടെയാണോ അവർക്ക് ക്യാൻസർ ഉള്ളത്, പൂർണ്ണമായും ഭേദപ്പെടണേന്ന് പ്രാർത്ഥിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ ചോറ് വെച്ചിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇതുപോലെ ഫുഡ് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർക്കും കോട്ടയത്ത് പള്ളിയുടെ വാതൊക്കെ ഇരിക്കുന്നവർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആർക്കെങ്കിലും കൃപാസനത്തിൽ വരാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാതെ ഞങ്ങളുടെ വീടിനടുത്തൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പോകാൻ പൈസ ഇല്ല, അതങ്ങ് ദൂരെയല്ലേ എന്ന് ചിന്തിച്ച് അങ്ങനെ എന്നോട് പറഞ്ഞ് എല്ലാവരും എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് പിന്നെ ഞങ്ങളുടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട്. പറ്റുന്ന പോലെ ഞങ്ങൾക്ക് ഫുൾ ഡെയിലി ഉള്ള അവർക്ക് ഫുഡ് ചിലവ് നോക്കാൻ പറ്റാറില്ല. പക്ഷേ ഉള്ള പോലെ സാധനം മേടിച്ചോ അല്ലെങ്കിൽ പൈസ കൊടുത്തോ സഹായിക്കാൻ പറ്റാറുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തെ എപ്പോഴും കൂടെ നിർത്താൻ. ആരെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ നാവ് കൊണ്ട് അവർ അയ്യോ അനു അത് മാറി കേട്ടോ, ആ പ്രശ്നം മാറി എന്ന് പറയുന്ന കേൾക്കാനും ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യം അമ്മ മാതാവ് നടത്തി തരുന്നുണ്ട്. കുറച്ച് ക്ലേശങ്ങൾ വന്നാലും ഒരുപാട് ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് പറയാൻ സാധിച്ചതിൽ എൻ്റെ ജീവിതം തകർന്നു പോകുന്ന സമയത്ത് പോലും എല്ലാം താങ്ങി നിൽക്കാൻ മാതാവ്, എല്ലാത്തിനും സ്ട്രഗിൾ ചെയ്യാൻ മാതാവ് കൂടെ നിന്ന് എപ്പോഴും തോന്നും അമ്മ സഹിച്ച അത്രയും സങ്കടം ആരും സഹിച്ചിട്ടില്ല, ഒരു പെണ്ണും സഹിച്ചിട്ടില്ലല്ലോ. ഞാനൊരു ഹിന്ദുവാണ്, കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന പോലെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ വിളിക്കുന്നിടത്തെല്ലാം അമ്മ വരും. അതിന് എനിക്ക് ഏറ്റവും വലിയ തെളിവ്, വീട്ടിൽ വന്നു കയറി 2-3 പേര് ചോദിച്ചു ഇതെന്താ ഇവിടെ മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടല്ലോ അനുന്ന്. ഞാൻ ഉടമ്പടിയിൽ ഫസ്റ്റ് വെച്ച നിയോഗം മാതാവെ പുതുക്കിയപ്പോഴും എല്ലാം വെച്ചത് മാതാവ് എപ്പോഴും കൂടെ വരണേ. ഇവിടുന്ന് അച്ഛൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ പോകുമ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് മാതാവിനെ കൂട്ടത്തിൽ വിളിച്ചിട്ട് പോകണം, സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ വരുമെന്ന്. ഒരു നിയോഗം എപ്പോഴും മാതാവെ കൂടെ വരണേ, വീട്ടിലുണ്ടായിരിക്കണേ എന്നാണ്. മാതാവ് വീട്ടിലുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും മുല്ലപ്പൂവിൻ്റെ മണം ഇവിടെ ഉണ്ടല്ലോ എന്ന് ചേർക്കുമ്പോൾ എനിക്കറിയാം എന്നെ ആരും കാണാത്തൊരു മാതാവ് ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനും എല്ലാ അപകടത്തിൽ നിന്നും രക്ഷിക്കാനും മാതാവ് ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ സഹായിച്ചതിന് ഒരുപാട് നന്ദി. അല്ല, ഞാൻ നേരത്തെ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ കേക്ക് ആദ്യം ഉണ്ടാക്കുന്ന സമയത്തെല്ലാം എത്ര അറിയാമെങ്കിലും ആ കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കാതെ വരും. ഒന്നെങ്കിൽ അത് പൊങ്ങി വന്ന് താന്നു പോവും. എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം എത്ര പഠിച്ച് ചെയ്താലും അങ്ങനെ വരുന്നു. ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ നമ്മളതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനിടും. അപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, എന്തുകൊണ്ട് കൃപാസനത്തിൽ പൊടിയുപ്പുണ്ടല്ലോ, അപ്പോൾ അതും ആ സെയിം തന്നെ, വെള്ളം ചേർക്കാൻ പറ്റില്ല അതിനകത്ത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ആദ്യമായിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ കൃപാസനത്തിൽ ഉപ്പൊരു നുള്ളിട്ട് പ്രാർത്ഥിച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ ഉണ്ടാക്കി ഒരു കേക്കും എനിക്ക് ഫ്ലോപ്പായിട്ടില്ല. എല്ലാ കേക്കിലും ഞാൻ ഒരു നുള്ള് അമ്മയുടെ സാന്നിധ്യം അതിനകത്തുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒന്നും അറിയാത്ത ഞാൻ ഇന്ന് കേക്ക് ബിസിനസ് ചെയ്യുന്ന അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരുപാട് നന്ദി പറയുന്നു. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായത്തിൽ 2 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ അരുളി ചെയ്യുന്നു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക്